റാപ്പർ വേടനെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന കണ്ടെത്താനായില്ല എന്ന് പോലീസ് പറയുകയാണ്. തൃക്കാക്കര ACPയുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വേടന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് വേടന്റെ കുടുംബമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഗൂഢാലോചന ഇല്ല എന്നല്ലേ ഇപ്പോൾ തൃക്കാക്കര പോലീസിന്റെ കണ്ടെത്തൽ? ക്രിസ്tina, ഗുഡ് മോർണിംഗ്. 3 തുടർച്ചയായ ലൈംഗികാതിക്രമ പരാതികളാണ് വേടനെതിരെ വന്നത്. അതിൽ 2 എണ്ണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വേടനെ സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച വേടന്റെ സഹോദരനും സഹോദരിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും അതിന്റെ അന്വേഷണ ചുമതല തൃക്കാക്കര ACPക്ക് നൽകുകയും ചെയ്തിരുന്നു. വിശദമായ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലെങ്ങും ഗൂഢാലോചനയുടെ ഒരു സ്വഭാവം കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് വേടനെതിരായ പരാതി അത് ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്ന പരാതിയാണ്. പക്ഷേ ആ പരാതിയിന്മേൽ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല. വേടനെ ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള ശ്രമം ബോധപൂർവമായ കോണുകളിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട ആധാരമായ കാര്യം, വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അതായത് ആദ്യത്തെ കേസിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്തതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിൽ ഒരു സംഘടിത ശ്രമമുണ്ട് എന്നായിരുന്നു വേടന്റെ സഹോദരനടക്കം ആരോപിച്ചിരുന്നത്. പക്ഷേ അത്തരം ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, വേടന്റെ രണ്ടാമത്തെ കേസ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് നൽകിയിട്ടുള്ള നോട്ടീസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമീപിച്ചിട്ടുള്ളത്. ആ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ്. അപ്പോൾ എന്തായാലും അതിൽ മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന പരാതിയായിരുന്നു. അത് മുഖ്യമന്ത്രി ഓഫീസ് ഫോർവേഡ് ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തു. ഗൂഢാലോചന ഒന്നുമില്ല, കേസ് മെറിറ്റുള്ള കേസുകളൊക്കെ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ വേടൻ എന്തൊക്കെയോ ഗൂഢാലോചന സ്ഥാപിക്കാനുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തുവാണെന്ന് അറിയില്ല. അതിൽ വേടൻ പ്രതികരിക്കുന്നെങ്കിൽ പ്രതികരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.